എം ബി മുഹമ്മദിൻ്റെ കളിപ്പാവകൾ. എം ഡി വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവും എം ബി മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണിലെയും രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനായി കൊടുത്തിരിക്കുന്ന പാഠമാണ് കളിപ്പാവകൾ. സ്വാഗതം. മോഡലിലെ എല്ലാ 9ാം ക്ലാസ്സിലെ നല്ലവരായ കുട്ടികൾക്കും ഒരിക്കൽ കൂടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ക്ലാസ് മുറിയിലേക്കുള്ള നമ്മുടെ മാറ്റം വളരെ വിദൂരമല്ല എന്ന വിശ്വാസത്തോടു കൂടി തുടങ്ങട്ടെ. എം ഡി വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയിലെ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രത്തെ പഠിച്ചതിന് ശേഷം എം ബി മുഹമ്മദിൻ്റെ മുഹമ്മദ് അലിക്കാക്ക എന്ന കഥാപാത്രത്തെ നമുക്ക് താരതമ്യം ചെയ്ത് ഈ ക്ലാസ്സിനെ വിലയിരുത്താം. എം ഡി വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീടിനടുത്ത് അദ്ദേഹം കണ്ടതോ കേട്ടതോ ആയ കഥാപാത്രങ്ങളായിരുന്നു, മനുഷ്യരായിരുന്നു എന്ന്. അതുപോലൊരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹത്തിന് വീടിനടുത്ത് താമസിച്ചിരുന്ന വേലായുധൻ ഒരു ഭ്രാന്തനായിരുന്നു. വേലായുധനെ കെട്ടിയിട്ടിരുന്ന മരക്കുറ്റി ഇന്നും അവിടെ അവശേഷിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്തൻ വേലായുധനായ വേലായുധൻ്റെ കഥ പറഞ്ഞ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ആ പുസ്തകത്തിൽ നിന്നും ഏറെക്കുറെ സാമ്യമുള്ള ഒരു കഥാപാത്രമായി മാറുകയാണ് എം ബി മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിലെ മുഹമ്മദ് അലിക്കാക്ക എന്ന കഥാപാത്രം. എം ടി വാസുദേവൻ നായരുടെ ഭ്രാന്തൻ വേലായുധനെ കുറിച്ച് അല്പം കണ്ടതിന് ശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാവുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അതൊരു ഭ്രാന്തൻ നായായിരുന്നു. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ച തല്ലിക്കൊല്ലു അമ്മുക്കുട്ടി. വേണ്ടാത്ത ഓരോന്ന് ആലോചിക്കാൻ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യില്ലേ? അമ്മുക്കുട്ടിക്ക് പിണക്കോ? അമ്മുക്കുട്ടി പറയണ പോലെ ഞാൻ ചെയ്യണില്ലേ? കുറച്ചു നേരം അവിടെ അനങ്ങാണ്ടിരി, ഞാൻ ഇത്തിരി ഇഞ്ച കയറി എടുത്തോണ്ട് വരട്ടെ. നിന്റെ അഹമ്മദ് ഇന്ന് ഞാൻ മാറ്റും. അച്ഛനാരെ കണ്ടോ കാണിച്ചു വെച്ചിരിക്കുന്നത്? വെള്ളം ഇനി നിർത്തി തരാം. അച്ഛനാരല്ലേ വെള്ളം വരുന്നത്? നാണി ഈ കടയ്ക്ക് നിന്നാലേ പിന്നെ അതിനെ നേരം കാണൂ. എഴുത്തുകാരനെ പരിചയപ്പെടാം. എൻ ബി മുഹമ്മദ് 1928 കോഴിക്കോട് ഇടിയങ്ങരയിൽ ജന്മം. സ്വാതന്ത്ര്യ സമര സേനാനി എൻ പി അബുവിൻ്റെ പുത്രൻ. പത്രപ്രവർത്തകനും എഴുത്തുകാരനും. മരം, ഹിരണ്യകശിപു, എണ്ണപ്പാടം, ദൈവത്തിൻ്റെ കണ്ണ് ഇതൊക്കെ നോവലുകളാണ്. നല്ലവരുടെ ലോകം, തൊപ്പിയും തട്ടവും, പ്രസിഡന്റിൻ്റെ ആദ്യത്തെ മരണം, ലവ് ഇൻ കുണ്ടുങ്ങൽ ഇതൊക്കെ ചെറുകഥകളാണ്. പുകക്കുഴലും സരസ്വതിയും, വീരരസം, CV കൃതികളിൽ നിരൂപണം. എണ്ണപ്പാടത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ദൈവത്തിൻ്റെ കണ്ണിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ പി മുഹമ്മദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ എം ഡി വാസുദേവൻ നായരെ കുറിച്ച് നേരത്തെ പറഞ്ഞു.
അതിന് തൊട്ട് മുന്നേ നമ്മൾ വേലായുധനെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കണം. പുസ്തകത്തിനുണ്ട്. അതിന് ശേഷം നമ്മൾ മാത്രമേ ഈ പാഠത്തിലേക്ക് കടക്കാവൂ. സ്വാഗതം. ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. MB മുഹമ്മദിൻ്റെ കളിപ്പാവകൾ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. MB മുഹമ്മദിൻ്റെ ഈ പാഠവും MD വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. MDയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് നിങ്ങൾ പുസ്തകം കിട്ടുകയാണെങ്കിൽ ഒന്നെടുത്ത് വായിച്ച് നോക്കാൻ ശ്രമിക്കണം. അതും നമ്മുടെ അതിനകത്ത് ഭ്രാന്തൻ വേലായുധനും MB മുഹമ്മദ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന മുഹമ്മദ് അലിക്കാക്ക എന്ന കഥാപാത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആത്മാവ് കിട്ടുകയാണെങ്കിൽ MDയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ MB മുഹമ്മദിൻ്റെ കളിപ്പാവകൾ എന്ന പാഠത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകമെടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പുസ്തകമെടുത്ത് കൃത്യമായിട്ട് അടുത്ത് വെച്ച് നോക്കണം. എങ്കിലേ ആ കാര്യങ്ങൾ, നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വരികളിലൂടെ ശ്രദ്ധിക്കണം. സ്ക്രീനിൽ തന്നെ നോക്കണമെന്നില്ല. പറയുന്നത് പുസ്തകത്തിലൂടെ കേൾക്കുക, കാഴ്ച നമ്മുടെ പുസ്തകത്തിൽ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ പാഠം തുടങ്ങിയാണ്. ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം കാണുമ്പോൾ മുഹമ്മദ് അലിക്കാക്ക ഇങ്ങനെ ആയിരുന്നില്ല. ഐസമ്മായി മരിച്ച ദിവസമാണ് മുഹമ്മദ് അലിക്കാക്കയെ ഞാൻ കണ്ടത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ മുഹമ്മദ് അലിക്കാക്ക ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാ നമ്മുടെ പാഠത്തിൻ്റെ തുടക്കം. പണ്ട് അദ്ദേഹത്തിന് ഇതേപോലെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഐസമ്മായി എന്ന് പറയുന്നത് മുഹമ്മദ് അലിക്കാക്കയുടെ അമ്മയാണ്. അവർ മരിച്ച ദിവസമാണ് മുഹമ്മദ് അലിക്കാക്കയെ ഞാൻ കാണുന്നത്. ഞാനെന്ന് പറയുമ്പോൾ അറിയാം, എഴുത്തുകാരനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തൂവെള്ളക്കുപ്പായമിട്ട് മാവിൻ ചോട്ടിൽ ഒറ്റയ്ക്ക് നിന്നു മുഹമ്മദ് അലിക്കാക്ക. വെള്ള വസ്ത്രം, തലയ്ക്കു മീതെ തുടുത്ത മാങ്ങകൾ തൂങ്ങിക്കിടന്നിരുന്നു. അപ്പോൾ മാവ് കായ്ച്ചു കിടന്നിരുന്നതാണ്. മാവിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ഈ കഥാപാത്രം നിൽക്കുന്നത്. കാക്ക മാങ്ങ ഞാൻ ചൂണ്ടിക്കാണിച്ചു. കാക്ക നഖം കടിക്കുന്നുണ്ടായിരുന്നു. ചുവന്ന മുഖത്ത് ചുണ്ടുകൾ അയഞ്ഞു കിടക്കുന്നത് കാണാൻ രസമായിരുന്നു. ചുവന്ന് തുടുത്ത മുഖമാണ്. ചുണ്ടുകൾ വലിഞ്ഞു മുറുകിയല്ല, അയഞ്ഞാണ് കിടന്നിരുന്നത്. അത് കാണാൻ രസമുണ്ടായിരുന്നു. വെള്ളാരങ്കല്ല് പോലെ ഉള്ള കണ്ണു നിറയെ വെള്ളം. കാരണം മരണമാണ്, അതുകൊണ്ടാണ്. ചുവന്ന കവിളിൽ കണ്ണുനീർത്തുള്ളികൾ. ഇക്കാക്കയെ നോക്കി നിന്നുപോയി. കരയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇക്കാക്കയെ നോക്കി നിന്നുപോയത്. മുറ്റത്ത് ആളുകൾ. മുറ്റത്ത് വെച്ച മയ്യത്ത് കട്ടിൽ അകത്തേക്ക് എടുക്കുന്നു. മയ്യത്ത് കട്ടിൽ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. കുറച്ച് പേരെങ്കിലും അത് കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മയ്യത്ത് കട്ടിലെന്ന് പറഞ്ഞാൽ എന്തിനാണ് കുഞ്ഞുങ്ങളെ? അത് തന്നെ, എന്തിനാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ശവമഞ്ചം അല്ലേ? തന്നെ, അത് തന്നെയാണ്. ഇക്കാക്ക കരയുന്നു. ബാപ്പയും മൂത്താപ്പയും വന്ന് ഇക്കാക്കയെ കൊത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുകയാണ്. ബാപ്പയുടെ തോളിൽ ഇക്കാക്കയുടെ മുഖം. മയ്യത്ത് കട്ടിൽ താങ്ങിയെടുത്ത് 4 പേർ ചുമരിൽ വെച്ചു. മൊല്ലാക്കയും തങ്ങളും മുന്നിൽ നിൽക്കുകയാണ്, പോവുകയാണ്. യാ ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ ഈ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവർ ചൊല്ലുന്നു. ആ ശബ്ദം ഇക്കാക്കയുടെ പൊട്ടിക്കരച്ചിലിൽ നിലച്ചുപോയോ. ഒരു നിമിഷം മൂത്താപ്പ ഇക്കാക്കയെ കോരിയെടുത്തു അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ഓൻ്റെ ഉമ്മയല്ലേ, അവസാനത്തെ കാഴ്ച കണ്ടോട്ടെ. അപ്പോൾ പറയുകയാണ്, ഈ മയ്യത്തെടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞ കുട്ടിയെ, മുഹമ്മദ് അലിക്കാക്കയെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ
ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് ഓൻ്റെ ഉമ്മയല്ലേ അവൻ്റെ അമ്മയല്ലേ അവസാനത്തെ കാഴ്ച കണ്ടോട്ടെ. ഇക്കാക്കയെ മയ്യത്ത് കാണിച്ചു. മയ്യത്തെന്ന് പറഞ്ഞാൽ ശരീരം, മരിച്ച ആ ശരീരം. ആളുകൾ പടിയിറങ്ങി ഓതി വരിവരിയായി പോകുമ്പോൾ അകത്തു നിന്ന് കരച്ചിൽ. മറിയമ്മായി ബോധം കെട്ട് വീണു. ഇന്നലെ വരെ ആയിസമ്മായ്ക്ക് ഒന്നുമുണ്ടായിരുന്നില്ല. വെറുതെ ഓതിക്കിടന്നതായിരുന്നു. വെറുതെയുടെ അർത്ഥം എന്താണെന്ന് ഇവിടെ എഴുതി കാണിക്കും, ശ്രദ്ധിച്ചോ. ഇന്ന് ആയിസമ്മായി ഖബറിൻ കാട്ടിലേക്ക്. ഖബറിൻ കാട് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാമോ? ഖബറിൻ കാട് എന്ന് പറയുന്ന എന്തിനാണ്? പള്ളികളിൽ ശരീരം അടക്കം ചെയ്യുന്ന സ്ഥലം. അമ്മായി മരിച്ച് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മരിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് മടങ്ങിയിരുന്നില്ല. അപ്പോൾ ആരും പോയിട്ടില്ല, എല്ലാവരും അവിടെ ഉണ്ട്. പുരയിൽ ഒരുപാട് ആളുകൾ. പുര എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ആളുകൾ. പനത്തിൽ പള്ളിയിലെ മൊയ്ലിയാര് കുട്ടികൾ വന്നിരുന്നു. മൊയ്ലിയാര് കുട്ടികൾ എന്ന് പറയുന്നത് പള്ളികളിൽ താമസിച്ച് ഇസ്ലാം മത പഠനം നടത്തുന്ന കുട്ടികളാണ് മൊയ്ലിയാര് കുട്ടികൾ. അവർ മൗലൂദ് ചൊല്ലി. മൗലൂദ് അർത്ഥം കണ്ടല്ലേ? മൗലൂദ് ചൊല്ലിയത് ഒരു വെള്ളത്തുണി വിരിച്ചതിൻ്റെ 4 അറ്റത്തും ഇരുന്നായിരുന്നു. ഒരു വെള്ളത്തുണി വിരിച്ചു, അതിൻ്റെ 4 അറ്റത്തും ഇരുന്ന് കുട്ടികൾ മൗലൂദ് ചൊല്ലി. ചന്ദനത്തിരികൾ പുകഞ്ഞിരുന്നു. അവ കാറ്റിൽ വളഞ്ഞ വരകളും വട്ടങ്ങളും ആയി അലിഞ്ഞു ചേരുമ്പോൾ മൗലൂദിന് താളവും മുറുക്കവും കിട്ടി. കുന്തിരിക്കക്കൂടുകളിൽ നിന്ന് പുകച്ചുരുളുകൾ ഓടിവരികയായിരുന്നു. പെട്ടെന്ന് മൊയ്ലിയാര് കുട്ടികൾ എണീറ്റ്, യാ നബി സലാമു അലൈക്കും, യാ റസൂൽ സലാമു അലൈക്കും. അപ്പോൾ മൗലൂദ് ചൊല്ലിയിട്ട് കുട്ടികൾ എണീച്ചു പറഞ്ഞു, ചൊല്ലിയതാണിത്. നിന്നാണവർ ഓതിയത്. അപ്പോൾ ഇങ്ങനെ ഓതുകയാണ്, റസൂലിൻ്റെ കാൽപ്പാടുകൾ വെള്ളവിരിപ്പിൽ കാണുമല്ലോ. മൗലൂദ് തീർന്നപ്പോൾ നടുവകത്ത് പായ വിരിച്ചു. പായയ്ക്ക് നടുവിൽ സുപ്രയ്ക്ക് നടുവിൽ കാസയിൽ ഇറച്ചി. കാസ എന്താണെന്നറിയാമോ? കാസ എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ പാത്രം എന്നാണ്. സുപ്ര എന്താണെന്നറിയാമോ? സുപ്ര എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നർത്ഥം ആണ്. സാനിൽ അരിപ്പത്തിരിക്കൂട്ടം. സാൻ എന്തരാണെന്നറിയാമോ? അരിപ്പത്തിരിക്കൂട്ടം. അപ്പോൾ അരി കൊണ്ടുണ്ടാകുന്ന പത്തിരി. കുണ്ടം പിഞ്ഞാണത്തിൽ കഞ്ഞി. കുണ്ടം പിഞ്ഞാണെന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ പിഞ്ഞാണത്തിൽ കഞ്ഞി. കഞ്ഞിയിലെമ്പാടും ചിരട്ടക്കൈലുകൾ. കഞ്ഞിയിൽ എമ്പാടും എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. കൈലെന്ന് പറഞ്ഞാൽ തവി. അപ്പോൾ കഞ്ഞി കോരാനാണ്. ഞാൻ മൊയ്ലിയാര് കുട്ടികളോടൊപ്പം ഇരുന്നു. അവർ പോകാനൊരുങ്ങി. ഇക്കാക്ക ആണ് അവരുടെ കൂടെ പോയത്. ഇക്കാക്ക പള്ളിയിൽ പോകാറുണ്ടല്ലോ. ഇക്കാക്കയുടെ കൈ ഞാൻ പിടിച്ചു. അപ്പോൾ ഞാനും ഇക്കാക്കയുടെ കൂടെ പോയി പള്ളിയിലേക്ക്. മോനും പോര്. പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ മുഹമ്മദാലി കാക്ക എന്നെ ചന്തപ്പുരയിലേക്ക് കൊണ്ടുപോയ ദിവസം. ചന്തപ്പുരയിലേക്ക് കൊണ്ടുപോയി. എന്തൊരോർമ്മ. തുറന്നു വച്ച പീടികകൾ. ചന്തപ്പുര എന്ന് പറഞ്ഞാൽ ഈ ചന്ത നടക്കുന്ന സ്ഥലം. അവിടെ പീടികകളുണ്ട്. പീടികൾ എന്ന് പറഞ്ഞാൽ തുറന്നു വെച്ച പീടികൾ എന്ന് പറഞ്ഞാൽ കടകൾ. പളുങ്കു ഭരണിയിൽ മിഠായികൾ. പളുങ്കു ഭരണിയായിരുന്നു പണ്ട്. മിഠായികൾ കിടപ്പുണ്ട്. കത്തിയെരിയുന്ന 14 നമ്പർ വിളക്കുകൾ. നിരത്തിനും പൊന്നുനിറം. നിരത്ത് എന്ന് പറഞ്ഞാൽ തറ. നിരത്തിന് പൊന്നുനിറം. കാക്ക പീടികയിൽ നിന്നൊരു കോൽ മിഠായി വാങ്ങിത്തന്നു. കമ്പ് കൊണ്ടുള്ള മിഠായി, അതാണ് കോൽ മിഠായി. ഞാനത് ഈമ്പുകയായിരുന്നു. ഈമ്പുക എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കുകയായിരുന്നു. മധുരം, നാരങ്ങച്ചുവ, രണ്ടിൻ്റെയും രസം. വായിൽ വെള്ളമൊഴുകി. അത് കൈകൊണ്ട് തുടച്ചു. കയ്യിലെ സ്വർണ്ണക്കാപ്പിൽ എന്തോ ഒട്ടിപ്പിടിക്കുന്നു. ഇക്കാക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മിഠായി ഇങ്ങനെ കഴിക്കുമ്പോൾ
ആ തുപ്പലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വീണ്ടും തോളിൽ കയറ്റി എവിടേക്ക് പോവുകയാണ്? പള്ളിയിലേക്ക്. പള്ളിയുടെ മുമ്പിൽ പള്ളിക്കുളം, പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളിക്കുളമുണ്ട്. ഇരുട്ടിൽ വെള്ളത്തിൽ അരണ്ട നിലാവ്, നല്ല നിലാവ്. വെള്ളത്തിൽ അമ്പിളിമാമൻ തിളങ്ങുന്നു. അപ്പോൾ രാത്രിയിൽ അമ്പിളിമാമൻ്റെ പ്രതിഫലനം ആ വെള്ളത്തിൽ. അമ്പിളിമാമൻ പൊട്ടിപ്പോയിരുന്നു. പൊട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴകിയ സോപ്പ് പത ഉണങ്ങിയ മിനുസമുള്ള പടവിൽ ഇക്കാക്ക എന്നെ ഇരുത്തി. ഇക്കാക്കയുടെ കൈക്കൊമ്പിളിൽ വെള്ളം, അപ്പുറത്ത് പള്ളി. പള്ളി വലിയതായിരുന്നു. തട്ടും തട്ടുന്മേൽ തട്ടും. അപ്പോൾ പള്ളിയുടെ ഇതാണ് രൂപമാണ് തട്ട്, അതിൻ്റെ മേളിൽ തട്ടൊക്കെയുള്ള പള്ളി. ജനാലകളിൽ നിന്ന് വിളക്ക് വെളിച്ചം ഞങ്ങളെ നോക്കുന്നു. അപ്പോൾ പള്ളിയുടെ ജനാലയിൽ കൂടെ വിളക്കിൻ്റെ വെളിച്ചം അവർക്ക് കാണാൻ കഴിഞ്ഞു. അതാണ്. മുകളിൽ നിന്ന് ഓതുകയാണ്. മുകളിൽ നിന്ന് ആരോ ഓതുന്നുണ്ട്. പള്ളിക്കുളത്തിൽ വീണ് പൊടിയുകയായിരുന്നു. കുളത്തിൽ ചുറ്റോളങ്ങൾ. അപ്പോൾ വെള്ളത്തിന് 100,000 കണ്ണുകൾ. ഈ പൊട്ടിയ അമ്പിളിമാമൻ, പകുതിയുള്ള അമ്പിളിമാമനും അത് വെള്ളത്തിൽ വീണപ്പോൾ ആ പ്രതിഫലനവും വെള്ളമനങ്ങിയപ്പോൾ ആ ചുറ്റോളങ്ങൾ ഉണ്ടാവുകയും ആ ഓരോ ഓളങ്ങളിലും ഓരോ അമ്പിളിമാമനെ കണ്ടപ്പോൾ 100,000 അമ്പിളിമാമൻ ആയി തോന്നുകയും ചെയ്തു. 100,000 കണ്ണുകൾ ആണെന്ന് തോന്നി. മുഹമ്മദ് അലി കാക്കയുടെ വെള്ളാരം കണ്ണുകൾ പോലെ മനോഹരമായ. ഒക്കെ മുഹമ്മദ് അലി കാക്ക മറന്നല്ലോ. അപ്പോൾ അത് ഇപ്പം പറഞ്ഞത്, ഇത്രയും നേരം പറഞ്ഞത് പഴയ കഥയാണ്. ഇതൊക്കെ മുഹമ്മദ് അലി കാക്ക മറന്നല്ലോ. വന്നപ്പോഴേ ഉമ്മ പറഞ്ഞിരുന്നു, നെടുമ്പുരയിലേക്ക് പോകരുത്. ഇനിയാണ് കഥ. ഉമ്മ വന്നപ്പോഴേ പറഞ്ഞു, നെടുമ്പുരയിലേക്ക് പോകരുത്. കുട്ടിക്കാലത്ത് മുഹമ്മദ് അലി കാക്കയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നതാണ് ഈ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, അതെന്താണെന്ന് പറയാൻ പോവുകയാണ്. നെടുമ്പുരയിലേക്ക് പോകരുത്. ഇവിടെ കെട്ടിയിട്ട മാതിരിയാണ്. പറമ്പിൽ ചുറ്റിയടിക്കാൻ പാടില്ല. എന്തുണ്ട്? പാമ്പുകളുണ്ട്. മുളങ്കൂട്ടത്തിലെ കിളികളെ കാണാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? മുളയുടെ മുള്ളുകൾക്കിടയിൽ ഭൂതങ്ങളും പാമ്പുകളും പാർക്കുന്നതെന്തിനാണ്? മുള്ളു തട്ടി മേല് കീറില്ലേ? അപ്പോൾ ഒരു സംശയം. മുളങ്കൂട്ടങ്ങളിൽ പാമ്പുകളും ഭൂതങ്ങളുമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മുളയുടെ അടുത്തേക്ക് പോകരുത്, ഭൂതങ്ങളും പാമ്പുകളുമുണ്ട് എന്നും ആ മേലിൽ ആ മുള്ളുകൾ തട്ടിയാൽ കീറുമെന്നുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നതായിരിക്കാം. പുരയുടെ തെക്കേ ചുവരിലായിരുന്നു നെടുമ്പുര. നെടുമ്പുരയിൽ ഇക്കാക്ക മാത്രം. ആ നെടുമ്പുരയിൽ ഇക്കാക്ക മാത്രമേ ഉള്ളൂ. നെടുമ്പുരയിൽ ഇക്കാക്കയ്ക്ക് കിടക്കാൻ കട്ടിലില്ല. തിന്നാൻ കൊടുക്കുക കറുത്തു വരണ്ട അലൂമിനിയം പാത്രത്തിൽ. മറ്റാരും ആ പാത്രത്തിൽ തിന്നുകൂടാ, വേറെ ആരും കൊടുക്കൂല. ഭ്രാന്തനാടേ കുഞ്ഞുങ്ങളെ, നമ്മളെ ഭ്രാന്തൻ വേലായുധനെ പോലെ ഭ്രാന്തനായ മുഹമ്മദ് അലി കാക്ക. ആണ്ട താഴെ പടം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. നോക്കിയേ, തിന്നുകൂടാ. 2 വലിയ മരമുട്ടികൾ. മരമുട്ടി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കുറ്റികൾ. മുട്ടികളിൽ മേൽ ഇരുമ്പു ചങ്ങലകൾ. അപ്പോൾ കാല് പിടിച്ച് കെട്ടാനാണ്. ഇരുമ്പു ചങ്ങലയുടെ അറ്റത്ത് വളയങ്ങളാണ് വലയങ്ങൾ. വലയത്തിനകത്താണ് കാലുകൾ. അപ്പോൾ കാലുകൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കാലിൽ ചങ്ങല തട്ടി ചുവന്ന വട്ടം എന്ന് പറഞ്ഞാൽ ചുവന്ന വട്ടം. അതിനു ചുറ്റും മണിയനീച്ചകളാർക്കുന്നു. ഇല്ല, മൂളുന്ന ഈച്ചകളുണ്ടല്ലോ, അതിങ്ങനെ ആർത്ത് നടക്കുന്നു. തുടുത്ത കറുകറുപ്പൻ മണിയനീച്ചകൾ. അവ പാറുമ്പോൾ കിറുകിറു എന്ന ഒച്ചയാണ്. ആകെ അറപ്പ്. കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നും. കാലിലെ ചങ്ങല കിലുങ്ങി തുടരിട്ട നെടുമ്പുരയുടെ ഒത്ത നടുവിലുള്ള തൂണിൽ മുഹമ്മദ് അലി കാക്ക നിന്നു. തുണിയില്ല, തുണി ഉടുത്തിട്ടില്ല, കുപ്പായമില്ല, ഉടുപ്പില്ല. ഒരു ചാക്കുകണ്ടം മുന്നിൽ കെട്ടിയിരുന്നു. ഒരു ചാക്ക് കൊണ്ട് മുൻഭാഗം മറച്ചിരുന്നു. കാക്കയ്ക്ക് അത് പിച്ച് കീറിയിട്ടു. ഇക്കാക്ക അത് എന്തോയാണ്, പിച്ച് കീറിയിടുകയാണ് ഇടയ്ക്കിടയ്ക്ക്.
കുണ്ടിലാണ്ടുപോയ വെള്ളാരം കണ്ണുകൾ. പണ്ട് നല്ല വെള്ളാരം കണ്ണുകളായിരുന്നു എന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പോൾ അത് കുണ്ടിലാണ്ടുപോയി. കുണ്ടിലെന്ന് പറഞ്ഞാൽ കുഴിയിലാണ്ടുപോയി. കണ്ണൊക്കെ കുഴിഞ്ഞുപോയി. കട്ട പിടിച്ച മുടി, വളർന്ന താടിമീശ, ആകെ ഭീകരരൂപമാണ് ഇപ്പോൾ കണ്ട. ഉമ്മ കാണാതെ, അമ്മായി കാണാതെ, മൂത്താപ്പ കാണാതെ ഞാൻ നെടുമ്പുരയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മുഹമ്മദാലിക്കാക്ക ഒരു ഉണക്കലില തപ്പി തറയിൽ നിന്നെടുത്തു. വലതുകൈ വായിൽ വെച്ചു. കൈ നിറയെ തുപ്പൽ. ഭ്രാന്തനാണ്. ചൂണ്ടാണി വിരലിൻ്റെ അറ്റത്ത് ചപ്പില വെച്ചു. തള്ളവിരൽ കൊണ്ട് ഇലയുടെ തുമ്പത്ത് ഒരു മേട്ടം. അപ്പോൾ ഇലയുടെ തുമ്പത്ത് അടിക്കുകയാണ് ഈ ഇല, ഈ തുപ്പൽ ഉള്ള ആ ഇല. പിന്നെയും മേട്ടം. തള്ളവിരൽ ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ തള്ളവിരൽ ഇളക്കി ഇല ഇങ്ങനെ ഇളക്കുകയാണ്. പമ്പരം പോലെ എന്തോ ചെയ്യുന്നു. ഇല തട്ടുമ്പോൾ എന്തോ തിരിയുന്നു. ഇല തിരിയുന്നതിൻ്റെ ഊക്കിൽ ജക്കരാം ജക്കരാം എന്ന ഇക്കാക്കയുടെ പാട്ട്. നല്ല പാട്ടാണ്. ജക്കരാം ജക്കരാം. ഇടയ്ക്ക് കൂക്കുവിളി. ഭ്രാന്തന്മാരുടെ വിളിയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. ചെമ്പോത്തിൻ്റെ ഒച്ചയിടുന്ന ഇക്കാക്ക. ചെമ്പോത്ത് എന്തിനാണെന്നറിയാമോടെ? ചെമ്പോത്തെന്ന് പറയുന്നത് ഉപ്പൻ പക്ഷിയാണ്. ഉപ്പൻ പക്ഷിയുടെ ഒച്ചയിടുന്ന ഇക്കാക്ക. അപ്പോൾ പിറകിൽ ഉമ്മു വന്നു. ഇവിടെ വാ. ഞാൻ കുതറി. ഉമ്മ ബലമായി എൻ്റെ കൈ പിടിച്ചു. വാ മോനെ, ഇക്കാക്കൻ്റെ അടുത്ത് നിൽക്കരുത്. ഉമ്മ പറഞ്ഞു, ഇക്കാക്കൻ്റെ അടുത്ത് നിൽക്കരുത്. തുടങ്ങിയല്ലോ ഉമ്മുവിൻ്റെ വകയും. ഉമ്മ മുളങ്കാടിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ തുപ്രൻ ഉണ്ടായിരുന്നു. തുപ്രൻ അവിടുത്തെ ഒരു വേലക്കാരനാണ്. തുപ്രൻ ഇല്ലിക്കോല് വെട്ടുകയായിരുന്നു. ഇല്ലിക്കോലെന്ന് പറഞ്ഞാൽ മുളങ്കമ്പ് വെട്ടുകയായിരുന്നു. ഇപ്പോൾ കൂടില്ലാത്ത ഭൂതങ്ങൾ പുറത്തു ചാടും. ഭൂതങ്ങളെ എനിക്ക് കാണിച്ചു തരാനായിരിക്കും വിളിച്ചു കൊണ്ടുവന്നത്. ഭൂതങ്ങൾക്ക് തലയിൽ കൊമ്പുണ്ടെന്ന് ആരാ പറഞ്ഞു തന്നത്? ഒരു ചോദ്യമാണ്. കോയസാ കോയസാ. അട്ടം പൊട്ടുന്ന വിളി, ഉറക്കെയുള്ള വിളി. വല്ലിക്കാക്ക, വല്ലിക്ക, വല്ലിക്ക. ഞാൻ തിരിഞ്ഞു നോക്കി. മറിയമ്മായും ഉമ്മയുമാണ് ഒച്ച കൂട്ടുന്നത്. മൂത്താപ്പ അകത്തായിരിക്കും. അപ്പോഴാണ് മുഹമ്മദാലിക്കാക്കയെ കാണുന്നത്. ഇക്കാക്ക ചങ്ങല പൊട്ടിച്ചിരിക്കുന്നു. അതാണ് അവിടെ വിളിച്ചത്. കോയസാ കോയസാ, വല്ലിക്ക വല്ലിക്ക എന്നൊക്കെ വിളിച്ചത്. കാര്യം മുഹമ്മദാലിക്കാക്ക ചങ്ങല പൊട്ടിച്ചിരിക്കുന്നു. കാക്കയുടെ കാലിൽ ചങ്ങലത്തുണ്ടുകൾ, പൊട്ടിച്ച തുണ്ടുകൾ. വേച്ചു നടക്കുന്ന ഈ കാക്കയുടെ മുഖം എൻ്റെ നേർക്ക്. പടച്ചോനെ, കാക്ക മുൻഭാഗം മറച്ച ചാക്കുകൊണ്ടം കീറിക്കളഞ്ഞിരിക്കുന്നു. ഉള്ള തുണിയും എന്തോ ചെയ്തിരിക്കുന്നു, കീറിക്കളഞ്ഞിരിക്കുന്നു. അടിവെച്ച് കൈ ചുരുട്ടി ഇക്കാക്ക വരുന്നു. ചക്കരാം ചക്കരാം. പിന്നെ ചെമ്പോത്തിൻ്റെ കൂക്ക് പാട്ടൊക്കെ പാടി വരികയാണ്. ചെമ്പോത്തിനെ പോലെ, ഉപ്പൻ പക്ഷിയെ പോലെ കൂകിക്കൊണ്ട് വരികയാണ്. മൂത്താപ്പ എവിടെ നിന്നാണ് മുളങ്കൂട്ടത്തിലേക്ക് ഓടി വന്നത്? കയ്യിൽ നിറയെ മുള്ളും ഇലകളുമുള്ള ഇല്ലിക്കോൽ. ഒരു ഇല്ലിക്കോലും ഒടിച്ചുകൊണ്ട് മൂത്താപ്പ വരികയാണ്. മുള്ളുള്ള ഇല്ലിക്കോൽ. വിറയ്ക്കുന്നു. നെട്ടോട്ടം. മുറ്റത്തേക്ക് പാഞ്ഞു വന്ന് മൂത്താപ്പ. അടി. മുഹമ്മദാലിക്കാക്കയെ മൂത്താപ്പ ഇടത്തും വലത്തും ആഞ്ഞടിക്കുകയായിരുന്നു. മൂത്താപ്പ കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ആഞ്ഞടിച്ചു. ആരെയാ? നമ്മുടെ ആരെയാ? മുഹമ്മദാലിക്കാക്ക. കോട്ടക്കട്ട നെടുമ്പുരയിലേക്ക് മൂത്താപ്പ അലറി. കോട്ടക്കട്ട നെടുമ്പുരയിലേക്ക് പോടാ. അടികൊണ്ടിട്ടും പതറാതെ ഈ കാക്ക നിന്നു. കണ്ണിൽ തീയുമായി. കണ്ണിൽ ഞാൻ തീ ജ്വലിക്കുകയാണ്. ദേഷിച്ച് നിൽക്കുകയാണ് കാക്ക. മൂത്താപ്പയുടെ കഴുത്തു പിടിക്കാൻ ഈ കാക്ക കൈ നീട്ടുന്നു. മൂത്താപ്പയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. റബ്ബേ, അമ്മായി വിളിച്ചു. അമ്മായി പേടിച്ച് വിളിച്ചു. ഇപ്പോൾ മൂത്താപ്പയുടെ കഴുത്തു പിടിക്കും മുഹമ്മദാലിക്കാക്ക. ഞാൻ കണ്ണു ചിമ്മി. എനിക്കത് കാണേണ്ട. ഏതോ ഒരു മൃഗത്തിൻ്റെ പരുക്കൻ ശബ്ദമാണ് ശരീരത്തിൽ അടി വീഴുമ്പോൾ ഇക്കാക്ക പുറപ്പെടുവിക്കുന്നത്. ഓരോ അടി വീഴുമ്പോഴും മുരളുകയാണ്. മൂത്താപ്പയ്ക്ക് തടിയോർമ്മയില്ല. ഉശുരുകൂടി. ഇക്കാക്കയുടെ തലമുടി പിടിച്ചു വലിച്ചു മൂത്താപ്പ.
കാക്ക വീണുപോയി. തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു, വീണുപോയി. എന്നിട്ട് അടിയോടടി നിലത്ത് കിടന്നുരുളുന്ന കാക്കയുടെ ശരീരത്തിൽ ചോരപ്പാടുകൾ, അടികൊണ്ട് രക്തം വന്നു. എടീ മറിയം, ചങ്ങലയെടുക്ക്. അമ്മായി നെടുമ്പുരയിലേക്ക് ഓടി. ഉമ്മ വന്നെൻ്റെ മുഖം തടവി. എനിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൂക്കിപ്പിടിച്ച ചങ്ങല മൂത്താപ്പയുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്തു മറിയമ്മായി. കാക്ക ചങ്ങല കൊണ്ടടിച്ചപ്പോൾ അമ്മായി പറഞ്ഞു. അപ്പോൾ ചങ്ങല കിട്ടിയപ്പോൾ ചങ്ങലയ്ക്കും അടിച്ചു. അപ്പോൾ അമ്മായി പറഞ്ഞു, മനുഷ്യക്കുട്ടിയെന്ന് വിചാരിക്കൂ കോയസ, മനുഷ്യക്കുട്ടിയാണെന്ന് നീ ഒന്ന് വിചാരിക്കാൻ. മനുഷ്യക്കുട്ടിയാ? മൂത്താപ്പ പറഞ്ഞു, ഇതൊന്നും ഓൻ്റെ ശക്തിയല്ല, മനസ്സിൻ്റെ ശക്തിയല്ല, ഭൂതത്തിൻ്റെ ശക്തിയാണ്. 3 മൂർത്തികളാ ഓൻ്റെ മേത്ത്, അനക്കറിയൂല, മൂത്താപ്പ പറഞ്ഞു. അമ്മായി മിണ്ടിയില്ല. ഇതൊന്നും അവൻ്റെ ശക്തിയല്ല, 3 മൂർത്തികളാണ് അവൻ്റെ മേത്തെന്ന് പറഞ്ഞ ശരീരത്ത്. ഇതൊന്നും നിനക്കറിയൂല, നിനക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ഇക്കാക്ക അനങ്ങാതെ കിടന്നു, അടികൊണ്ട് അനങ്ങാതെ കിടന്നു. തുപ്രനോടി വന്നിരിക്കുന്നു. എടാ, ഓൻ്റെ കാലിൽ ചങ്ങലയിട്, തുപ്രനോട് പറഞ്ഞു. അവൻ്റെ കാലിൽ ചങ്ങലയിടാൻ. അരണ്ടാണ് തുപ്രൻ നിലത്തിരുന്നത്. അരണ്ടെന്ന് പേടിച്ച് കാക്ക അനങ്ങിയില്ല. മുറിവുള്ള കാലിൽ ചങ്ങലക്കിട്ടപ്പോൾ കാക്ക ഞരങ്ങി. അപ്പോൾ മുറിവിനകത്ത് ചങ്ങല വീണപ്പോൾ ഞരങ്ങി. വായിൽ നിന്ന് കേല ഒഴുകിയിരുന്നു. കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പലിങ്ങനെ ഒഴുകിയിരുന്നു. പിടിക്കടാ തുപ്ര, മൂത്താപ്പ പറയുകയാണ്. കാലിലിട്ട ചങ്ങലയുടെ അറ്റം പിടിച്ച് മൂത്താപ്പയും തുപ്രനും നിലത്തിട്ട് വലിച്ച് നെടുമ്പുരയിലേക്ക് മുഹമ്മദ് അലിക്കാക്കയെ കൊണ്ടുപോയി. അപ്പം നിലത്തൂടെ വലിച്ചഴച്ചോണ്ടാണ് പോയത്. ഓലമടൽ വലിച്ചു കൊണ്ട് പോകും പോലെ. ഓലമടൽ വലിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മൾ തറയിലൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ. ഉമ്മവും ഞാനും അകത്തേക്ക് കടന്നു. ഉമ്മയും അമ്മായിയും അടക്കം പറയുന്നു അകത്തിരുന്നു. ആയിസാത്ത ഇത് കാണാതെ കണ്ണു ചിമ്മിയത് നന്നായി. അപ്പോൾ അടക്കം പറയുകയാണ് അവർ, ഉമ്മയും അമ്മായിയും കൂടെ. ആയിസാത്ത, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മുഹമ്മദ് അലിക്കാക്കയുടെ ഉമ്മ, അത് കാണാതെ കണ്ണ് ചിമ്മിയത് നന്നായി. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മുഹമ്മദ് അലിക്കാക്കയുടെ ഉമ്മയുണ്ടെങ്കിൽ ഈ അടിക്കുന്നത് കാണുമ്പോൾ ഭ്രാന്തനാണെങ്കിൽ പോലും വിഷമമുണ്ടായേനെ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി, ഓൻ്റെ ബാപ്പയും ഉണ്ടെങ്കിലും ഇത് നടക്കില്ല. മുഹമ്മദ് അലിക്കാക്ക, നിങ്ങൾക്ക് ഞാനുണ്ട്, ഞാൻ വലുതായി നിങ്ങളെ സുഖക്കേടി മാറ്റിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് മുഹമ്മദ് അലിക്കാക്ക. നിങ്ങളെ ഞാൻ എന്തോയും വലുതാകുമ്പോൾ സുഖക്കേട് മാറ്റിക്കും, നിങ്ങളെ ചികിത്സിക്കും. മൂത്താപ്പ അകത്തേക്ക് വന്നപ്പോൾ ഇല്ലയനക്കമില്ല. മൂത്താപ്പയെ കണ്ടപ്പോൾ ആരും അനങ്ങിയില്ല. എല്ലാവരുടെയും മുഖം പേടിച്ച് കനത്ത്. അമ്മായി വിങ്ങിപ്പൊട്ടുന്നു. അമ്മായിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ മൂത്താപ്പ പറഞ്ഞു, മറിയം, ഓനെ പിന്നെ എങ്ങനെ ചങ്ങലക്കിടും? ഇങ്ങനല്ലാതെ ഈ അടിക്കാതെ ഓനെ പിന്നെ എങ്ങനെ ചങ്ങലക്കിടും? ഞമ്മളെ വിധി, അമ്മായി പറഞ്ഞു. ഞമ്മളെ വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിധിയായിപ്പോയത്. ഉമ്മ മിണ്ടിയില്ല. പുറത്ത് കാറ്റൂതുന്നു ഇലകളിൽ. ഉമ്മ ഇതൊന്നും കണ്ടിട്ട് മിണ്ടിയില്ല. ഇലകളിൽ കാറ്റൂതുന്ന ശബ്ദം എനിക്ക് പുറത്ത് കേൾക്കാമായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്താണ് നമ്മുടെ ഭ്രാന്തൻ വേലായുധനെ പോലെ മുഹമ്മദ് അലിക്കാക്ക എന്ന കഥാപാത്രം. അപ്പോൾ ശക്തിമാനായ, എന്താണ്, ഭ്രാന്ത് കൊണ്ട് ശക്തിമാനായ മുഹമ്മദ് അലിക്കാക്ക എന്ന കഥാപാത്രത്തെ മൂത്താപ്പ മെരുക്കിയതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതൊരു വലിയ കഥയാണ്, ഇതൊരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇത് ഒരു 1-2 ആവർത്തി ഒന്ന് വായിക്കുക. ഈ കഥയൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതേ ഉള്ളൂ. വളരെ പാടുള്ള പാഠമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള പാഠമാണ്. എല്ലാവരും ഒരിക്കൽ കൂടി വായിക്കുക. മനസ്സിലായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. എന്തായാലും ഈ പാഠം എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.
ഗുഡ് നൈറ്റ്. അമ്മുക്കുട്ടി അമ്മുക്കുട്ടി എനിക്ക് ഭ്രാന്താണ്. എന്നെ ചങ്ങലക്കിടൂ.